നീ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്തോ? മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയടാ. സ്കോളർഷിപ്പ് പരീക്ഷ പഠിച്ചു റെഡിയായോന്ന്? ഞാൻ അതിന് പോകുന്നില്ലടാ. പിന്നെ സ്കോളർഷിപ്പ് ഉള്ളത് തന്നെ പഠിക്കാൻ നേരമില്ല, അപ്പോഴാ ഒരു സ്കോളർഷിപ്പ്. ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങി. ഇപ്പോൾ ജനറൽ നോളജാ പഠിച്ചോണ്ടിരിക്കുന്നത്. ഓഹോ, നിന്റെ ജികെ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ രാഷ്ട്രീയക്കാരിൽ ഏറ്റവും ദാരിദ്ര്യം പിടിച്ചത് ആർക്കാണ്? പന്നിൻ രവീന്ദ്രനാണെന്ന് തോന്നുന്നു. അതെന്താടാ അങ്ങനെ പറഞ്ഞത്? പുള്ളി മുടിയൊന്നും വെട്ടിക്കാതെ നടക്കുവല്ലേ. പാവം, വെട്ടിക്കാൻ കാശ് കാണില്ല. അതങ്ങേരുടെ സ്റ്റൈലാണടാ, പുള്ളിയൊന്നുമല്ല. പിന്നെ ആരാ? നീ തന്നെ പറ. നമ്മുടെ കുഞ്ഞുഞ്ഞച്ചായൻ. അതാരാ? എടാ, നമ്മുടെ ഉമ്മൻചാണ്ടി സാറേ. ഒന്ന് പോടാ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് എപ്പോഴും പരസ്യം കാണാം. പാവം, അത്രയ്ക്ക് ദുരിതമാണെന്നേ പുള്ളിക്ക്. നീ എവിടുന്ന് കണ്ടു? ഹോ, ടിവിയിലാ നിൽപ്പൊന്ന് കാണണം. 3-4 കൊച്ചു പിള്ളേരുടെ മുമ്പിൽ ഇങ്ങനെ തൊഴുതു നിൽക്കുക. പാവം. പാവം മുഖ്യമന്ത്രി അല്ലേടാ? അല്ല ദീപു, നീ ആ കുക്കുടാനന്ദ സ്വാമിയെ കാണാൻ പോയോ? ഭയങ്കര ശക്തിയാണെന്നാ കേട്ടത്. അതെന്താ, പുള്ളി ജിമ്മിൽ പോകുന്നുണ്ടോ? ആ ശക്തിയല്ലടാ, ഇത് ദിവ്യശക്തിയാ. പുള്ളിക്ക് ഒരാളുടെ മുഖം കണ്ടാ മതി, ഭാവി പറയും. നമ്മൾ മെനിഞ്ഞാന്ന് മാഗ്നിയം കണ്ടു വരുമ്പോൾ ഒരു കാവ്യ എടുത്തൊരു സ്വാമി നമ്മൾ രണ്ടുപേരെയും സൂക്ഷിച്ചു നോക്കിയത് ഓർമ്മയില്ലേ? ഓ, കള്ള ലക്ഷണമുള്ളൊരു ഉണ്ട കണ്ണൻ. ഞാൻ ആ പുള്ളിയുടെ ആശ്രമത്തിൽ പോയപ്പോൾ പുള്ളി എന്റെ എല്ലാ കാര്യവും പറഞ്ഞടാ. അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാര്യവും പറഞ്ഞു. അതിന് പുള്ളി എന്നെ എപ്പോ ശ്രദ്ധിച്ചു? പുള്ളി നമ്മളെ മെനിഞ്ഞാന്ന് കണ്ടില്ലേ? അപ്പൊ എന്നിട്ട് പുള്ളി പറയാ, നിന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാ നിന്നോട് പറയാ? പറ, ടെൻഷൻ അടിപ്പിക്കാതെ. നിന്റെ ജീവിതത്തിൽ 6 പെൺകുട്ടികൾ കടന്നു വരുമെന്ന്. ആണോ? ഹായ് ദൈവമേ. അധികം തുള്ളണ്ട. ഈ 6 എന്ന് പറയുന്നതേ ഒരു ഭാര്യയും 5 പെൺമക്കളുമാ.